ഒരു വട്ടൂർ തരീകത്ത് എന്നുള്ള തരീകത്തില്ല, വട്ടുള്ള തരീകത്ത് എന്ന് അതിൻ്റെ അർത്ഥം. അതങ്ങനെ ഒരു കൂട്ടർ പറഞ്ഞുണ്ടാക്കിയാണ്. പഴയ കാലത്തെ മുഅ്തസിലത്ത് വിശ്വാസങ്ങളും പഴയ കാലത്തെ ബിദ്അത്തിൻ്റെ ആളുകൾ പറഞ്ഞ പുത്തനാശയങ്ങൾ പൊടി തട്ടി സമൂഹത്തേക്ക് ഇറക്കിക്കൊണ്ടുവരലാണ് അവരുടെ ഉദ്ദേശം. അവർ പേച്ചവരാണ്. നമ്മളെ ഉസ്താദന്മാർ അതിനെ അനുകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചർച്ച നടത്താതെ തന്നെ നമുക്ക് അത് ഒഴിവാക്കാം. ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം അത് ഫേമസാണ്. ഉസ്താദന്മാർ ദൂഷ്യങ്ങൾ കാണുമ്പോഴേ അതിനെ നിരാകരിക്കുള്ളൂ. ഒരു ടീമിന് വെറുതെ നിരാകരിക്കുക, പഠിച്ച് മനസ്സിലാക്കി ാണ് അതിനെ എതിർക്കുക. ആന്ധ്രയിൽ ഇദ്ദേഹം താമസിച്ച സ്ഥലത്ത് അവിടുത്തെ പണ്ഡിതന്മാരെടുത്ത തീരുമാനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ മീഡിയയിലൊക്കെ ഇടുന്നുണ്ടല്ലോ കുട്ടികൾ. അവിടുത്തെ ആളുകളൊക്കെ അദ്ദേഹത്തിന് നിരാകരിക്കുക അദ്ദേഹത്തിൻ്റെ തെറ്റായ നയങ്ങൾ കണ്ടിട്ട്. പിന്നെ അള്ളാഹുത്താല ഒരു കഴിവ് ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു വലിയന് കൊടുത്താൽ പിന്നെ അള്ളാഹ്ക്ക് പോലും അതിൽ ഇടപെടാൻ കഴിയാത്ത വിധം അള്ളാഹ് നിർവീര്യനാവും എന്നാണ് അവരുടെ ഇപ്പോഴത്തെ പുതിയ ഡിസ്കവറി കണ്ടെത്തൽ. അള്ളാഹ് ഒരാൾക്കൊരു കഴിവ് കൊടുത്താൽ പിന്നെ അള്ളാഹ്ക്ക് അതിൽ ഇടപെടാൻ കഴിയില്ല. കാരണം അള്ളാഹ് നിർവീര്യനായി. അജിസ് ഒന്നുമല്ലേ, അജിസ് അള്ളാഹ്ക്ക് വരില്ല. അള്ളാഹു കൊടുക്കും ചെയ്യാം, അള്ളാഹു ഒഴിവാക്കും ചെയ്യാം. രണ്ടാമത്തെ തെറ്റ്, അള്ളാഹുത്താല നേരത്തെ ഒരു കഴിവ് കൊടുത്തു വെക്കുകയാണ്, പിന്നെ അതിക്ക് ഇടപെടുന്നില്ല എന്നുള്ള അതും തെറ്റാണ്. പ്രവൃത്തിയോട് കൂടെയാണ്, പ്രവൃത്തി അപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കും എന്ന് ഷറവല്ലക്കായ ഇനി വഴിയെ ഓതാൻ പോകുന്ന ഗ്രന്ഥമാണ്. അപ്പം ഷറലക്കായതിൽ പറയുന്നുണ്ട്, എപ്പോഴാണ് നമുക്ക് ആയതിനെ നമുക്ക് ഓടാനും ചാടാനുമുള്ള കഴിവ് തന്നു വെച്ചിട്ടില്ല. നമ്മൾ ചെയ്യുമ്പോൾ, കസ്ബ് ചെയ്യുമ്പോൾ അള്ളാഹു ഹൽക്ക് ചെയ്തു തരും. ഇറാദ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അത് ചിലപ്പോൾ തരാണ്ടിരിക്കുക. തന്നതിന് ഒരിക്കലും പിൻവലിക്കൂല, അങ്ങനെയില്ല. അതെല്ലാം പേച്ചവാദമാണ്. കുരുവട്ടൂരികൾ പറയുന്നത് അള്ളാഹാണ് കൊടുത്താൽ മൊബൈൽ ഒരാൾക്കാണ് കൊടുത്ത മാതിരിയാണ്, പിന്നെ അങ്ങനൊന്നും പറ്റൂല. അതന്നെ വള്ളത്തരല്ലോ. മൊബൈൽ കൊടുത്താൽ തിരിച്ചു വാങ്ങാൻ, തട്ടിപ്പിടിച്ച് വാങ്ങാൻ പോയിക്കണ ഇവളാൾക്ക് കുടിച്ച് വാങ്ങിക്കൂടെ. എന്തൊരബദ്ധമായി പോയി. അപ്പം അള്ളാഹു തആല കഴിവ് കൊടുക്കും ചെയ്യാം, പിൻവലിക്കും ചെയ്യാം. ഈ കൊടുത്ത് നേരത്തെ വെക്കുകയല്ല, അത് അപ്പോൾ കൊടുക്കുകയാണ്, കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിക്ക് വിരൽ ചൂണ്ടുന്ന വാക്യാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ ഹദീസിൻ്റെ അർത്ഥം, ആ ദിക്റിൻ്റെ അർത്ഥം ലാ ഹറക്കത്ത വലസ്തിതാഅ ഇല്ലാ ബില്ലാഹ്. ഒരു ചലനോ ഒരു കഴിവോ ഒന്നിനും, ചെറുതിനോ വലുതിനോ ഒന്നിനും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല എന്നാണ്. അള്ളാഹു എപ്പോഴും തന്നത് അത് പിൻവലിക്കാതെ നേരത്തെ തന്നെ നമുക്ക് വല്ലതും ചെയ്യുക. അത് പിൻവലിച്ചാൽ അത് കഴിഞ്ഞും ചെയ്തു. അത് തരുന്നത് ഫിഅലിനോട് മുഖാരിനായിട്ട് അനുബന്ധിയായ. ഇങ്ങനെയുള്ള ഒരുപാട് ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ സാങ്കേതിക വിഷയങ്ങളിൽ ഭീമാബദ്ധങ്ങൾ സംഭവിച്ച പഴയകാല നവീന ആശയക്കാരുടെ പഴകിപ്പൊളിച്ച ആശയങ്ങൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന പ്രകാരം പൊടി തട്ടി ഈ കക്ഷികൾ ഇറക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ സാധാരണക്കാർക്ക് ഉള്ളുകള്ളി അറിയില്ല. അവർക്ക് ദിക്റും പാട്ടും ഒക്കെ കാണും, മ്യൂസിക്കുകളും ഡാൻസുകളും ഒക്കെ ഇവരെ ദിക്റുകളിൽ കയറി വരുന്നുണ്ട്. ആണും പെണ്ണും ഒന്നിച്ചുള്ള പാട്ടും കൂത്താട്ടവും അതുപോലെ തന്നെ മറ്റ് വാദ്യോപകരണങ്ങളോട് കൂടെയുള്ള പാട്ടും കൂത്താട്ടങ്ങൾ എല്ലാം മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലായി ഈ വിഷയം ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനിക്കും മനസ്സിലാക്കാൻ പറ്റും. സലഫുസ്സാലിഹ്യങ്ങൾ അനുവർത്തിച്ച തസവൂഫുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ്. സലഫുസ്സാലിഹ്യങ്ങൾ
തർക്കവിതർക്കം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തസൗഫ് പഠിച്ചിട്ടില്ല, ഉൾക്കൊണ്ടിട്ടില്ല. അവർ വളരെ വിനയമായ സ്വഭാവം ഉൾക്കൊള്ളുന്നതിനാണ് തസൗഫിനെ എപ്പോഴും ഉൾക്കൊണ്ടിട്ടുള്ളത്. ആ രൂപത്തിലുള്ള തസൗഫ് മറ്റേ മുത്തസവ്വിഫത്ത് എന്ന് പറയും, മുത്തശയ്യഖ് എന്ന് പറയും, കള്ള ഷെയ്ഖിന്. ഷെയ്ഖ് മുത്തശയ്യഖ് അങ്ങനെ ഉണ്ട്. നാമാനോ ഇറങ്ങി ധനാമനോ ഉറക്ക് നടിച്ചു എന്ന് പറഞ്ഞാൽ ഈ തശയ്യഖാനെ ഷെയ്ഖ് നടിച്ചു എന്നർത്ഥം. അതിന്ന് പോകുന്ന ഇസ്മായില മുത്തശയ്യഖ്. ആ മുത്തശയ്യഖായിട്ട് കുറേ ജാടകൾ കാണിച്ചിട്ട് ജനങ്ങൾക്ക് ചില അത്ഭുത സിദ്ധികൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അത്ഭുത സിദ്ധികൾ 8 ഇസ്ലാമിൽ: മഅ്ജിസത്ത്, കറാമത്ത്, മഅൂനത്ത്, ഇർഹാസ്. ഈ 4 നല്ലതാണ്. മഅ്ജിസത്തും കറാമത്തും എല്ലാവർക്കും അറിയാം. അമ്പിയാക്കൾക്ക് ഉണ്ടാകുന്ന അത്ഭുത സിദ്ധികൾ മഅ്ജിസത്തും. ഔലിയാക്കൾ നല്ല നിലപാടിൽ ജീവിക്കുന്ന, ദീൻ പറഞ്ഞനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹിനെ കുറിച്ചും സിഫാത്തിനെ കുറിച്ചും അറിയുന്ന മഹാന്മാരുടെ കയ്യാൽ വെളിപ്പെടുന്ന അത്ഭുത സിദ്ധികൾക്ക് കറാമത്ത്. അമ്പിയാക്കൾക്ക് പ്രവാചകത്വ ലബ്ധി ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന അമാനുഷ്യങ്ങളുണ്ട്, അതിന് ഇർഹാസുകൾ. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുപ്പക്കാലത്ത് മേഘം തണലിട്ട് കൊടുത്തിരുന്നു, കല്ല് സലാം ചൊല്ലിയിരുന്നു. അതൊന്നും മഅ്ജിസത്തല്ല. അന്ന് നബിക്ക് നുബുവത്ത് കിട്ടാത്തല്ല. പക്ഷേ അതിന് ഇർഹാസ് എന്ന് പറയും. എന്നാലും മഅൂനത്ത് പറഞ്ഞ സംഭവമാണ്. അള്ളാഹ് പറഞ്ഞനുസരിച്ച് ജീവിക്കുന്ന ഒരു സാധാ മനുഷ്യൻ, മോമിനോ, പണ്ഡിതനോ തങ്ങളോ മൊലിയരോ ഒന്നുമല്ല. സാധാ പച്ച നാടനാണ്. പക്ഷേ അള്ളാഹ് കൽപ്പിച്ച നല്ല കാര്യങ്ങളൊക്കെ എടുക്കേണ്ട, ഹറാമൊന്നും ഒക്കെ ഒഴിവാക്കി ജീവിക്കുമ്പോൾ ഓൻക്ക് ചില കാര്യങ്ങളിൽ വരാൻ വിധം ചില കാര്യങ്ങൾ അള്ളാഹു നടപ്പാക്കി വിടും. അതിന് മഅൂനത്ത് എന്ന് പറയും. എങ്ങനെ കിട്ടിയെന്ന് ഓനക്കും അറിയില്ല, അത് ബാക്കിക്കാർക്കും അറിയില്ല. ഈ 4 ഉണ്ടാവും നല്ല കാര്യങ്ങൾ. ഇതിനെതിരെ 4 ചീത്തയുണ്ട്. അത് പെട്ടതാണ് സിഹർ. അത് പിശാചിനെ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു സൈസ് അത്ഭുതങ്ങളെ കാട്ടലാണ്. അതിന്ന് വ്യാപകമായി പലരും കാണി. കള്ളത്തരീകത്തിൻ്റെ അടുത്തൊക്കെ സിഹറും ഒടിയും ഇതൊക്കെ ഉണ്ട്. ഷഅബദത്ത്, ജാലവിദ്യകളൊന്ന്, അതൊരു അസാധാരണമാണ്. അതെല്ലാം ചില കാര്യകാരണ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കൺകെട്ട് എന്നാണ്. അതിനെ പഠിക്കാൻ സ്ഥാപനങ്ങൾ വരെയുണ്ട്. മഅ്ജിസത്തും കറാമത്തൊന്നും പഠിച്ചെടുക്കാൻ പറ്റണതല്ല. പിന്നെ ഇതേമാതിരി ഇതുണ്ട്, ഇസ്തിദ്റാജ് എന്ന് പറയും. ചീത്ത രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് തന്നെ അള്ളാഹു അവരെ കൊടുക്കാൻ വേണ്ടി അതിൽ തന്നെ ചില അത്ഭുതങ്ങൾ അവർക്ക് കൊടുക്കും. അപ്പോൾ വിചാരിയാൽ നമ്മളിപ്പോൾ നല്ല നിലപാടിലാണ്. ഇടം തട്ടി വലിക്കൽ, ചൂണ്ടയിട്ട് പിടിക്കൽ എന്നൊക്കെ അതിന് വാക്കർത്ഥം കൊടുക്കുന്നുണ്ട്. നസ്തദിരിജുഹെന്നും ഖുർആനിലേക്ക് സൂചിപ്പിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ചൂണ്ടലിട്ട് കൊടുക്കുമ്പോൾ മത്സ്യം ഇരയിൽ കൊത്തിയാൽ നമ്മളൊന്ന് അയച്ചിട്ട് കൊടുക്കും. അപ്പോൾ മത്സ്യം വിചാരിക്കും എനിക്ക് നല്ല സൽക്കാരം തരികയാണ്, നല്ല കുടുങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇതേ പ്രകാരം ചീത്ത രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് തന്നെ അള്ളാഹു ചില കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. അപ്പോൾ അവൻ വിചാരിച്ചു അള്ളാഹിനോട് വലിയ തൃപ്തിയാണ്, ഞാൻ പറഞ്ഞൊക്കെ എഴുതി തരുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഉണ്ടാക്കി തരുന്നുണ്ട്, ഇങ്ങനെ അത്ഭുതം കാണിച്ചു തരുന്നുണ്ട്. മനസ്സിലായോ? ഇതിന് ഇടം തട്ടി വലിക്കൽ, ചൂണ്ടയിട്ട് പിടിക്കൽ, അയച്ചിട്ട് പിടിക്കൽ എന്നൊക്കെ മലയാളം കൊടുക്കാം. ഇതും ചില കള്ളത്തരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവർ നേർക്ക് കൊടുങ്ങാൻ വേണ്ടി കൊടുക്കുന്ന സംഗതികൾ, അത് ഇസ്തിദ്റാജുകൾ, അതെല്ലാം കള്ളത്തരീക്കത്തിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു അത്ഭുത ചെപ്പടി വിദ്യകൾ മാത്രം കണ്ടുകൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ഈ സിഹർ, ഷഅബദത്ത്, പിന്നെ ഇസ്തിദ്റാജ്, പിന്നെ ഇഹാനത്ത് വെച്ചിട്ടൊന്നുണ്ട്. അതൊരു അത്ഭുത കാര്യം തന്നെയാണ്. അത് ഉദ്ദേശത്തിനെതിരായിട്ട് അള്ളാഹു തആല തന്നെ ചില കാര്യങ്ങൾ ഉണ്ടാക്കുക. മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, മുസൈലിമ പ്രവാചകത്വം വായിച്ചപ്പോൾ ചിലവർ പറഞ്ഞു, ഇജ്ജിങ്ങനെ പ്രവാചകനാണ്, മുഹമ്മദ് നബി കണ്ണിൽ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുന്നുണ്ടല്ലോ, എന്നുവെച്ചാൽ അങ്ങനെ ഉണ്ടാകുന്നപ്പോൾ അവൻ വന്നാൽ കണ്ണട്ടം കൊണ്ട് ഞാനും അതൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ കണ്ണട്ടനെ കൊടുന്ന് ഒരു കണ്ണിന് കേടുണ്ടായിരുന്നു, അവനക്ക് ഒരു കണ്ണ് നല്ലതാ. അപ്പോൾ ആ കേടുള്ള കണ്ണിന് ഓൻ തൊട്ടു, ഓൻ്റെ മുന്നിലാക്കി കഴിഞ്ഞാൽ എന്താ തൊട്ടു, അപ്പം നല്ല കണ്ണ് പൊട്ടിപ്പോയി, കാണാനില്ലാതെ. അപ്പോൾ ഉദ്ദേശത്തിനെതിരെ നിന്ദിച്ചു അല്ലാഹു. അതുപോലെ
അപ്പം ഈ ആലുള്ള ചീത്ത നടയപ്പുറം 4 കാര്യങ്ങൾ നല്ലതാ. അപ്പം ഈ 4 കാര്യങ്ങളിൽ കള്ളത്തരീക്കത്തിൽ അള്ളാഹു തആലാനെ ചീത്തയായി പറയുകയും ജുമഅക്ക് പോലും പോവാതെ ആടറുത്ത് ബിരിയാണി വെക്കണ ഷേഖന്മാർ വരെ കേരളത്തിലും ലക്ഷദ്വീപിലൊക്കെ ഉണ്ട്. അവർക്കും ചില അത്ഭുതങ്ങളുണ്ട്. അതൊക്കെ ഇസ്തിദ്റാജ് പോലത്തിലാണ് പെടുക. ഇപ്പം ചുരുക്കത്തിൽ അത്ഭുതങ്ങൾ മാത്രം കണ്ട് ഒരാളിൻ്റെ നന്മയും തിന്മയും വിവേചിക്കാനും തൂക്കാനും മാനദണ്ഡമാക്കരുത് എന്നാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഖൗമ് ത്വായിഫ സയ്യിദ് ത്വായിഫ എന്ന പേരിൽ അറിയുന്ന ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് പറയുന്നു, ഒരാൾ അന്തരീക്ഷത്തിലൂടെ പാറുന്നത് കണ്ടാലും വെള്ളത്തിൻ്റെ മേലെ നടക്കുന്നത് കണ്ടാലും ശരീഅത്തിയായ നിയമങ്ങൾ അയാൾ പാലിക്കുന്നുണ്ടോ കൃത്യമായി എന്ന് നോക്കിയിട്ടല്ലാതെ അയാൾ ഒരു കറാമത്തുള്ള വലിയാണെന്ന് മനസ്സിലാക്കരുത് എന്ന് മഹാനവറുകൾ പറയുന്നു. അതാണ് യഥാർത്ഥത്തിൽ ശരി. കാരണം അന്തരീക്ഷത്തിലൂടെ പറവകൾ പക്ഷികൾ ധാരാളം പറക്കുന്നുണ്ട്, വിമാനം പറക്കുന്നു, ഹെലികോപ്റ്റർ പറക്കണമൊക്കെ ഔലിയാക്കളാ അല്ല. അത് അവർക്ക് അവരുടെ സാധാരണ കഴിവായിട്ട് അള്ളാഹ് കൊടുത്തില്ല. എന്നാൽ ഞാൻ വെള്ളത്തിലൂടെ പോകുന്ന എത്ര മത്സ്യങ്ങളുണ്ട്, തവളകളും ഞണ്ടുകളും മുതലകളും ഒക്കെ വെള്ളത്തിൽ സുഖജീവിതം നയിക്കുന്നു. അപ്പോൾ അത് മാത്രം മാനദണ്ഡമാക്കിയിട്ട് ഒരാളിൻ്റെ നന്മയും തിന്മയും അദ്ദേഹം വിലായത്തുള്ളവനാണോ അല്ലയോ എന്നെന്ത് ചെയ്യാൻ പാടില്ല, തീരുമാനിക്കരുത്. മറിച്ച് അഹ്കാമിൻ്റെയും ശരീഅത്തിൻ്റെ വിഷയത്തിൽ അള്ളാൻ്റെ റസൂൽ അതാണ് നമ്മളെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത്. ശരീഅത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് അയാൾ ജീവിക്കുന്നുണ്ടോ, തെറ്റാതെ ഇസ്തിഖാമത്തുണ്ടോ. ഏറ്റവും വലിയ കറാമത്ത് രണ്ടിനാണ്. ഒന്ന് കറാമത്തുൻ ഹഖീഖിയ, രണ്ട് അതല്ലാത്തത്. കറാമത്തുൻ ഹഖീഖിയത്ത് പറഞ്ഞാൽ അത്ഭുത സിദ്ധികളല്ല. ഇസ്ലാം പറഞ്ഞ പ്രകാരം ഏത് ആപൽ ഘട്ടങ്ങളിലും സന്നിഗ്ധ ഘട്ടങ്ങളിലും പരീക്ഷണ വേളകളിലും തെറ്റാണ്ട് ജീവിക്കാൻ കഴിയും. അതൊരു കറാമത്താണ്. ഇന്നത്തെ പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത് ഇസ്ലാം പറഞ്ഞ പ്രകാരം തെറ്റാതെ ജീവിക്കാൻ കഴിയുക, എല്ലവും വന്നു പോയാൽ ഇതിനെ തൊട്ട് തൗബ ചെയ്യുക, അങ്ങനെ തെറ്റാണ്ട് ജീവിക്കുന്നതിനെങ്കിൽ അവന് കറാമത്തുണ്ട്. അതാണ് കറാമത്ത്. ആ ജീവിതമാണ് കറാമത്ത്. മനസ്സിലായില്ലേ? അതിനാണ് കറാമത്ത് പറയാം. അതാ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞത്. ഇസ്തിഖാമത്ത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിൽ മലായിക. അള്ളാഹു ആണെങ്കിൽ റബ്ബ് എന്ന് പറയും, സുമ്മ ഇസ്തഖാമു, എന്നെ ഇസ്തിഖാമത്തിൻ്റെ ജീവിതം നയിക്കുകയും ചെയ്ത ആളുകൾ. ആ ജീവിതം ഉള്ള ആളുകൾക്ക് ആണ് ഒന്നാം കറാമത്ത്. രണ്ടാമത്തെ കറാമത്താണ് ഖവാരിഖുൽ ആദാത്ത്, അത്ഭുത സിദ്ധികൾ. രണ്ടും ഉള്ളവരുണ്ടാവും. ആണുകൾ ശരീഅത്ത് തെറ്റായി ജീവിക്കുന്നു, അതോടുകൂടെ അത്ഭുത സിദ്ധികളുള്ള ഓരോ ഒന്നാം നമ്പർ വലിയകളാണ്, ആലിമുകളോ. ചില ആളുകൾ ഇസ്തിഖാമത്തിൻ്റെ വഴിയിലൊന്നുമില്ല, ചില ഇതൊക്കെ കാണിക്കുന്നുണ്ട്. രണ്ടിലേറ്റ് കമ്പയർ ചെയ്താൽ ഏറ്റവും അഫ്ദൽ ഏതാണെന്ന് വിവിധ കിതാബുകൾ ചർച്ച ചെയ്യും. ഇസ്തിഖാമത്തുള്ള ആളാണ്. ഇസ്തിഖാമത്ത് പറഞ്ഞാൽ അസാധാരണ സിദ്ധിയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്ന ആ ദീൻ ഏത് സന്നിഗ്ധ ഘട്ടത്തിലും അണുകളവ് തെറ്റാതെ ജീവിക്കാനുള്ള ഒരു മലക്ക സിദ്ധിയാക്കി കൈവന്നിക്കണം. അയാൾക്ക് അതിനെതിരെ ജീവിക്കാൻ കഴിയൂല. നമ്മൾക്കെല്ലാം സാധാരണക്കാർക്ക് ഓരോ സാഹചര്യങ്ങൾ ഒത്തു കിട്ടുമ്പോൾ നമ്മളെന്ത് ചെയ്യും, തെറ്റുകളിലായി വീണു പോകും. അപ്പോൾ പിന്നെ അതിൽ തന്നെ അങ്ങനെ പോകും. ചിലർ പെട്ടെന്ന് അതിൽ വീണുകാണ്ട് കര കയറും ചെയ്യും. അതും ഒരു അള്ളാഹുവിൻ്റെ കാവലാണ്. അതൊന്നുമില്ലാതെ വീണവരും ഉണ്ടാവും. അപ്പോൾ ഈ ഇസ്തിഖാമത്തനുസരിച്ച് ജീവിക്കുന്ന ആളാണ് ഒന്നാമത്തെ. അയാൾ ഇസ്തിഖാമത്തിലേക്ക് തിരിച്ചു വരുന്നു. വന്നു പോയാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കാര്യം. അവരൊക്കെ വന്നു പോയാൽ അവരെന്തെയും അതിനെതിരെ ഒരു അള്ളാഹുലേക്ക് ഉടൻ മടങ്ങും. എന്നാൽ ഖവാരിഖുൽ ആദാത്ത് അത്ഭുത സിദ്ധികൾ കാണിക്കുന്നത് അത് രണ്ടാം നമ്പർ കറാമത്താണ്. ഇതിൻ്റെ അത്ര വിലയില്ല. രണ്ടും പാടെ ഉണ്ടാക്കിയെടുക്കുന്ന ആളാണ് ഏറ്റവും വലിയ ആൾ. ഇസ്തിഖാമത്തുകൊണ്ട് അത്ഭുത സിദ്ധികളായിരുന്നു വെളിവാകുന്നുണ്ടെങ്കിൽ അത് നല്ല മനുഷ്യൻ. വെറും അത്ഭുത സിദ്ധി വെളിവാകുന്നു, അയാൾ ശരീഅത്ത് വിരുദ്ധമായ ജീവിതങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നെങ്കിൽ അതിന് നേരത്തെ പറഞ്ഞ ഇസ്തിദ്റാജിലോ
മറ്റേതിലെങ്കിലും ഉൾപ്പെടുത്തലാണ് വേണ്ടത്. അപ്പോൾ അത്ഭുത സിദ്ധികൾ മാത്രം നോക്കിയിട്ട് ഒരാളിൻ്റെ നന്മ തിന്മയെ തിരിക്കണ്ടെന്ന് ഇസ്തിഖാമത്ത് ദീനനുസരിച്ച് ജീവിക്കുക. ഇതാണ് ഇസ്തിഖാമത്ത് കേട്ടോ. അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ നോക്കണം. അതില്ല. ആണും പെണ്ണും കൂടിയിട്ട് പാട്ട് പാടി ചാടിക്കളിച്ച് വാദ്യോപകരണങ്ങളുമായിട്ട് മൂട്ടലും ചാടലും ഇതൊക്കെയാണ് ഇപ്പോൾ തസവുഫിൻ്റെ പേരിൽ കുരുവട്ടൂർ ത്വരീഖത്ത് പറഞ്ഞ ടീം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പലയിടത്തും സമാഅകൾ എന്ന് പറഞ്ഞ് പാട്ടുകൾ എന്ന് പറഞ്ഞ് പാട്ട് കച്ചേരികൾ വെച്ചിട്ട് ജനങ്ങളായിക്ക് ക്ഷണിക്കുന്നു, നൃത്തം ചവിട്ടുന്നു, ചാടിക്കളിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അതുപോലെ അല്ലാഹു തആലയെ കുറിച്ച് വലിയ നമ്മളെ ഉലമാ അശ്അരി തരീഖത്ത് വിശ്വാസപരമായി 2 മദ്ഹബ് നമുക്കുള്ളത്, അശ്അരി മാതുരീദി. ഈ 2 വിശ്വാസധാരകളെ നമ്മൾ വിശ്വാസരംഗത്ത് ഉൾക്കൊള്ളാൻ പാടുള്ളൂ. കർമ്മരംഗത്ത് ഷാഫി, ഹനഫി, മാലികി, ഹംബലി 4 എണ്ണമാണ്. വിശ്വാസരംഗത്ത് 2 എണ്ണമാണ്. ഖിറാഅത്തിൻ്റെ രംഗത്ത് 7 എണ്ണമാണ്. 7 വഴിയുണ്ട് നമുക്ക്. ഇങ്ങനെ മുൻഗാമികളായ സലഫുസ്ഥാനികൾ അനുവർത്തിച്ച രൂപത്തിൽ ജീവിച്ചാലേ ശരിയായ വിശ്വാസിയായി ഗണിക്കാൻ പറ്റുള്ളൂ. മറ്റൊക്കെ ബാത്തിൽ മർദൂദാണ്. ഇതൊക്കെ പണ്ടേ ഈ തർക്കങ്ങളൊക്കെ ഉണ്ട്. ചരളക്കായത് ഓതിയ മനസ്സിലാവും. ഇതൊക്കെ പണ്ടുണ്ട്. അതിൻ്റെ പൊടി തട്ടി ഇപ്പം ഇങ്ങനെ വരികയാണ്. റാഫിളത്ത്, മുജസ്സിമത്ത്, മുശബ്ബിഹത്ത്, മുഅ്തസിലത്ത്. ദർസിന്ന് തെറ്റിപ്പിരിഞ്ഞുണ്ടായ ഒരു ടീമാണ് മുഅ്തസിലത്ത് പറഞ്ഞത്. അത് പല പല കക്ഷികളായി പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കക്ഷികൾ, അവാന്തര വിഭാഗങ്ങളുണ്ട്. അവരൊക്കെ മുസ്ലിമീങ്ങളെ പേരിലാണ് അറിയപ്പെടുന്നത്. വലിയ വലിയ പണ്ഡിതന്മാർ എന്നറിയപ്പെട്ടവരൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം ഇതൊന്നും ഒരു അത്ഭുതമുള്ളതല്ല. അതൊക്കെ ഓരോ ഏതാണ് ചെള്ളുകളാണ്. കുഞ്ചന്തുള്ളിയാൽ മുട്ടോളം പിന്നത്തുള്ളിയ ചട്ടിയിൽ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവർ പറയണത് മുൻഗാമികളുടെ അഖീദൻ്റെയും മറ്റും കിതാബുകൾ വശമില്ലാത്തവർക്ക് ഇതൊക്കെ വലിയ കാര്യമായി തോന്നും. അത് പഠിച്ചവർക്ക് ഇതൊക്കെ പണ്ടുള്ള തന്നെയാണ്, അതുകൊണ്ട് ഇന്ന ടീം പറയുന്നു, ഇന്നത് പറയുന്നു, അത് അത്ഭുതമല്ല. അതുകൊണ്ട് ശരീഅത്ത് പഠിക്കാൻ എല്ലാവരും ബദ്ധശ്രദ്ധരാവുക. ആഴത്തിനും പരപ്പിലും പഠിക്കണം. ഒരു തൂമ്പ് പഠിച്ച് പോയതാണ് ഇതിൻ്റെയൊക്കെ കാരണം. ആഴത്തിലും പരപ്പിലും പഠിച്ച ഉസ്താദന്മാർ കുരുവട്ടൂർ എന്ന് പറയുന്ന ചങ്ങായിൻ്റെ വഴിയെയും അദ്ദേഹത്തിൻ്റെ ഇതും നിരാകരിക്കാൻ നമ്മോട് ആലിമീങ്ങൾ പറയും. ആലിമീങ്ങളാണ് അല്ലാഹു തആല തൗഹീദിന് തെളിവാക്കിയത്. ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ഇൽമുള്ളവരാണ്. ആ ഇൽമുള്ളവർ എല്ലാവരും ഒരുമിച്ച് കൂടി ഈ വഴി തെറ്റാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആരെങ്കിലും അതിൻ്റെ ഒപ്പം പോയാൽ അല്ലാഹു തആല ചോദ്യം ചെയ്യുമോ? ഇവരെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നിങ്ങളെന്തിനാ അതിൻ്റെ ഒപ്പം പോയി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിഷയ സംബന്ധമായി കൂട്ടപ്രാർത്ഥന സംബന്ധമായിട്ടുള്ള ചോദ്യം അല്ലെങ്കിലും സാഹചര്യ ചോദ്യമായതുകൊണ്ട് ഈ ചോദ്യത്തിന് താൽക്കാലികമായിട്ട് ചില ഫസ്റ്റ് ഷോക്കുകൾ നൽകിയതാണ്.